ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആരോൺ ടിക്കീസ്. അപ്പോൾ ഇന്ന് നമ്മളുടെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നലത്തെ അതേ കണ്ടന്റ് തന്നെയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇന്നലത്തെ അതേമാതിരി നമ്മൾ ഇന്നും കുറേ കാറുകൾ നമ്മളുടെ കയ്യിലുണ്ട്. അപ്പം നമ്മൾ അതിനകത്ത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ പോകാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു കമ്പനി നമ്മൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ആളുണ്ട്. അപ്പോൾ ഞാനത് വീഡിയോയുടെ എൻഡിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഏത് കമ്പനി വേണമെന്ന് ആ സ്പെഷ്യൽ ആൾ തൊട്ട് കാണിക്കും. ഗൈസ്, അപ്പോൾ സ്പെഷ്യൽ ആൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഹോണ്ടയാണ്. അപ്പോൾ ഹോണ്ടയുടെ ആ ആൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടിയാട്ടോ ഗൈസ് ഹോണ്ട എന്ന് പറഞ്ഞത് കമ്പനി. അപ്പോൾ നമുക്ക് എന്തായാലും ഇത്രയും വണ്ടികളിൽ ഏതെങ്കിലും ഒരു വണ്ടി നമുക്ക് ചൂസ് ചെയ്യണം. അത് നമുക്ക് ആ സ്പെഷ്യൽ ആളെയും കൊണ്ട് തന്നെ നമുക്ക് ചെയ്യിക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് സിവിക്ക് SI ആട്ടോ നമ്മളപ്പോൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ആ വണ്ടി ഗ്യാരേജിൽ കയറ്റിയിട്ട് നമുക്ക് എന്തായാലും കാണാം. ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ഗ്യാരേജിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഞാനും ആ സ്പെഷ്യൽ ആളും കൂടെ ഇവനെ നമ്മളങ്ങനെ പണിഞ്ഞിറക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കളർ മാറ്റാം. ആദ്യം തന്നെ നമുക്ക് അലോയിലേക്ക് കടക്കാം. ഹോണ്ടയുടെ അലോയി തന്നെ നമുക്ക് നോക്കാം കേട്ടോ ആദ്യം. ഹോണ്ടയുടെ അലോയികൾ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഗൈസ്. പക്ഷെ എനിക്ക് ഹോണ്ടയുടെ അലോയി ഒന്നുപോലും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വേറെ പുറത്തുനിന്നുള്ള കമ്പനിയുടെ അലോയിസ് നോക്കാം. ഇതിൻ്റെ അത്ര രസമല്ല കേട്ടോ. നമുക്ക് ഗൈസ് ഈ അലോയി നല്ല രസമുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ അലോയി തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാം. ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് ബമ്പർ നോക്കാം. നമുക്ക് അലോയി കുറച്ച് ചെറുതാക്കണം കേട്ടോ ഗൈസ്. അങ്ങനെ ഓരോന്ന് വെച്ച് നമുക്ക് നോക്കുകയാണ് ഗൈസ്. ഇതൊരു രസമല്ല കേട്ടോ ഗൈസ്. ഈ ഒരു ബമ്പർ ഒരു രസമല്ല. ഇതാണ് സ്റ്റോക്ക് ബമ്പർ. ഇതും വലിയ കുഴപ്പമില്ല. ഇത് നല്ല രസമുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ നമുക്ക് ബേക്ക് ബമ്പർ നോക്കാം. ഗൈസ്, നമുക്ക് ഈ ബേക്ക് ബമ്പർ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് ലിബ് സൈഡിലത്തെ ലിബാണ്, അത് നമ്മൾ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഹെഡ്ലൈറ്റ് ഒന്ന് സ്മോക്ക് ചെയ്യാനേ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ ചെയ്തു. ഞങ്ങൾക്ക് ബ്രേക്ക് ലൈറ്റ് അതൊന്ന് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ. ഗൈസ്, അപ്പോൾ ഇത് നല്ല രസമല്ലേ ഗൈസ്. നമുക്ക് സ്പോയിലർ ചെറിയ സ്പോയിലർ മതിയിട്ട് നമുക്ക് ഭയങ്കര വലുതാണ്. ഈ ഒരു സ്പോയിലറാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ വിചാരിച്ചത്. പിന്നെ അത് കുറച്ച് ഓവർ സൈസാണ്, ചെറുത് മതിയെന്ന് ഞാൻ പറഞ്ഞില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തത് കേട്ടോ. ഇത് നല്ല രസമുണ്ട്. അടുത്ത് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സൈഡ് മിററാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു അറ്റാച്ച്ഡ് മിററാട്ടോ ഡോറുമായിട്ട്.
അപ്പോൾ നമുക്ക് എന്തായാലും അത്രയ്ക്ക് അത് ഫുൾ അറ്റാച്ച്ഡ് ആണ്. നമുക്ക് അത്രയ്ക്ക് അറ്റാച്ച്ഡ് ആവേണ്ട ഡോറായിട്ട് ഈ ഒരു ലുക്കൊക്കെ മതി കേട്ടോ. നമുക്ക് ഇത് ഭയങ്കര വൃത്തികേടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ലുക്കാണ്. ഗൈസ്, അപ്പോൾ ഇതാട്ടോ നമ്മൾ സെലക്ട് ചെയ്തത്. പക്ഷെ എടുപ്പ് കൂടുതലല്ലേ എന്നൊരു സംശയം. അപ്പം നമ്മൾ വിചാരിച്ചു മറ്റേ തന്നെ മതി. വെറുതെ എന്തിനാ എടുപ്പ് കൂട്ടണേ, കുറച്ച് ഓവറാണ് ഇത്. പിന്നെ കുഴപ്പമില്ല, ഇത് ഓക്കെയാണ്. ഇനി നമുക്ക് ഈ വണ്ടിയിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഗൈസ്. അപ്പോൾ നമുക്ക് പെയിൻറ്റിങ്ങിലേക്ക് കയറാം. നമുക്ക് ഇൻറ്റീരിയർ അല്ല എക്സ്റ്റീരിയർ നമുക്ക് ഈ ഒരു കളറാട്ടോ നമ്മൾ സെലക്ട് ചെയ്തത്. ഇനി നമുക്ക് ഇൻറ്റീരിയർ നോക്കിയാൽ സീറ്റിൻ്റെ ഒക്കെ കളർ ചേഞ്ച് ചെയ്യണം. ഒരു എടുപ്പുള്ള കളർ തന്നെ ആയിക്കോട്ടെ, റെഡ് ആയിക്കോട്ടെ. വണ്ടിയുടെ കളർ പച്ചയല്ലേ, പിന്നെ പച്ച ആയിക്കോട്ടെ ഞാൻ വിചാരിച്ചു. നമുക്കൊരു വെറൈറ്റി ആയിട്ട് വിചാരിച്ച് ബ്ലൂ ആക്കി. അപ്പോൾ നമ്മളങ്ങനെ ഫൈനൽ ബ്ലൂ ആക്കി. യെസ് ഗായ്സ്, വണ്ടി താത്തിയിട്ട് ഓവർ ചെയ്തിട്ടുണ്ട്. ഗൈസ്, അപ്പം നമുക്ക് അടിയിൽ ഒരു ലൈറ്റും കൂടെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൈറ്റിൻ്റെ ഉള്ളിലും അലോയുടെ ഉള്ളിൽ നമുക്ക് ലൈറ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും നമ്മൾ കൊടുത്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ചെയ്തത്. ഇപ്പോൾ വണ്ടിയുടെ ഫൈനൽ ലുക്ക് ഇതൊക്കെ ആട്ടോ. അപ്പം നമുക്ക് എന്തായാലും ഈ വണ്ടിയിൽ ചെയ്തൊന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കളറ് ചേഞ്ച് ചെയ്തു, അലോയ് ചേഞ്ച് ചെയ്തു, പിന്നെ ലോവർ ചെയ്തു, ഫ്രണ്ട് ഗ്രിൽസ് മാറ്റി, ബേക്കിലത്തെ ഫ്രണ്ടിലത്തെ ലൈറ്റ് സ്മോക്ക് ചെയ്തു, പിന്നെ സൈഡ് മിറർ മാറ്റി, പിന്നെ നമ്മുടെ സീറ്റ് കവർ മാറ്റി, ബേക്കിലൊരു സ്പോയിലർ വെച്ചു, ബേക്ക് ബമ്പർ വെച്ചു, പിന്നെ രണ്ട് സൈഡിലത്തെ ലിബ് വെച്ചു, വണ്ടിയുടെ അടിയിൽ അണ്ടർഗ്രൗണ്ട് ലൈറ്റ് വെച്ചു, പിന്നെ അലോയുടെ ഉള്ളിൽ ചെറിയ ലൈറ്റ് വെച്ചു. ഇത്രയൊക്കെ നമ്മൾ ചെയ്തത്. പിന്നെ അലോയ് കുറച്ച് സ്മോൾ ചെയ്തു. സ്പോയിലർ എന്ന് പറഞ്ഞാൽ അത്ര വലിയ സ്പോയിലർ അല്ല, ബ്രേക്ക് ലൈറ്റ് അഡീഷണൽ ആയിട്ടുള്ള സ്പോയിലർ വെച്ചു. പിന്നെ ബേക്കിലത്തെ ലൈറ്റ് നമ്മൾ സ്മോക്ക് ചെയ്താണല്ലോ, അപ്പം സ്പോയിലറിൽ തന്നെ ബ്രേക്ക് ലൈറ്റ് ഉള്ള രീതിയിലാണ് നമ്മൾ വെച്ചത്. പിന്നെ സൈലൻസറൊക്കെ നമ്മുടെ ബമ്പറിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്, ബേക്ക് ബമ്പറിൻ്റെ കൂടെ തന്നെയുള്ള സൈലൻസറുകൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം നമ്മൾ ഇത്രയും ഈ വണ്ടിയിൽ ചെയ്ത കാര്യങ്ങൾ.
നമുക്കിനി നമുക്ക് ഫ്രണ്ട് ലൈറ്റ് ഇങ്ങനെയായിരുന്നു ഇരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളത് ഇത് കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലാത്ത നമ്മളൊന്ന് സ്മോക്ക് ചെയ്ത് ബ്ലാക്ക് ആക്കി കുറച്ച്. ഇത്രയൊക്കെ നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് നമുക്ക് പറ്റുന്ന മാതിരിയൊക്കെ നമ്മൾ ചെയ്യും. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം നമ്മൾ എന്തായാലും പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കും. ലാസ്റ്റ് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞ സ്പെഷ്യൽ ആളെ നമ്മൾ കാണിക്കുന്നില്ല. നമ്മൾ സൗണ്ട് ഏൽപ്പിച്ചു തരാം, ആരാന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും ഞാൻ ആളെ വിളിച്ചിട്ട് വരാം ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ആൾ ആരാന്ന് വെച്ചാൽ എൻ്റെ പപ്പയാണ് ഗൈസ്. യെസ് ഗൈസ്, മൈ ഡാഡ് ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ആളെന്ന് പറഞ്ഞാൽ എൻ്റെ ഡാഡാണ് ഗൈസ്. ഇപ്പം നേരത്തെ കേട്ടത് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ സൗണ്ടാണ് കേട്ടോ ഗൈസ്. അപ്പം മൈ ഡാഡ് ഈസ് ഓൺ ദ വീഡിയോ ഗൈസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ മൈ ഡാഡ് പറഞ്ഞ മാതിരി എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾ പറയുന്ന വണ്ടിയുമായി അടുത്ത വീഡിയോയിൽ ഞാൻ എത്തുന്നതായിരിക്കും. അതുവരെ ഗുഡ് നൈറ്റ്.